നമസ്കാരം. 2026 വിഷു എന്നത് അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഏറ്റവും അധികം ഭാഗ്യം തരുന്ന ഒരു വർഷക്കാലം തന്നെയായിരിക്കും. ഇവരുടെ സകലവിധ സങ്കടങ്ങളും മാറി അശ്വതി നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാനുള്ള പല അവസരങ്ങളും ഇവരുടെ മുന്നിൽ തെളിയും. കഷ്ടകാലങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ അശ്വതിക്ക് കഴിയുന്നു. 2026 വിഷു അശ്വതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ ബാധിക്കുമെന്നും ഇവർക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കും എന്നുമൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. കഷ്ടകാലങ്ങളൊക്കെ ഒഴിഞ്ഞ് അശ്വതി നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ കിട്ടുന്ന ഒരു വലിയ അവസരമായി വിഷുവിനെ കണക്കാക്കാം. ഈ വിഷു മുതൽ അശ്വതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന പല നല്ല കാര്യങ്ങളും സംഭവിക്കും. കാലങ്ങളായി ഇവർ അനുഭവിച്ച ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നു. ധാരാളം ധനം സമ്പാദിക്കാൻ ഇവർക്ക് കഴിയുന്നു. ഒരു ജോലിക്കായി ശ്രമം നടത്തുകയാണ് എങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇവർക്ക് അത് നേടിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വിദേശ യാത്രയ്ക്ക് യോഗം, പുതിയൊരു വീട് വയ്ക്കാനുള്ള യോഗം, നല്ല നിലയിൽ ജീവിക്കാനുള്ള ഒരു യോഗം ഒക്കെയും ഈ വിഷുക്കാലത്ത് വിഷുഫലമായി ഇവർക്ക് വന്നു ചേരും. ദുരിതങ്ങളും ദുഃഖങ്ങളുമൊക്കെ മാറി അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഏറ്റവും അധികം നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു വിഷുക്കാലമായിരിക്കും ഈ ഒരു വർഷക്കാലം. ഇവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കാൻ പോവുകയാണ്. ഇവരുടെ കഷ്ടപ്പാടുകളൊക്കെ മാറാൻ പോവുകയാണ്. ജീവിതത്തിൽ ഏറ്റവും അധികം ഭാഗ്യവും നേട്ടവും ഉയർച്ചയുമൊക്കെ ഈ വിഷുക്കാലത്ത് അശ്വതി നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ വന്നു ചേരും, ഉറപ്പായ കാര്യമാണ്. അശ്വതി നക്ഷത്ര ജാതകർ ഒരു ശിവഭക്തനാണ് എങ്കിൽ ഓം നമഃ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. നമുക്കറിയാം അശ്വതി നക്ഷത്ര ജാതകരുടെ ചില രീതികൾ. അശ്വതി നക്ഷത്ര ജാതകർ അതിയായ സൗന്ദര്യമുള്ളവരും വളരെ നല്ല ആരോഗ്യത്തോടു കൂടിയവരും എല്ലാ കാര്യങ്ങളിലും അസാമാന്യമായ കഴിവും വിവേചന സാമർഥ്യമുള്ളവരും ഓർമ്മശക്തിയുടെ കാര്യത്തിൽ വളരെ പ്രബലന്മാരുമായിരിക്കും അശ്വതി നക്ഷത്ര ജാതകർ. തേജസ്സറ്റ വലിയ കണ്ണുകളും ഉയർന്ന നാസികയും വലിയ വിസ്താരമുള്ള നെറ്റിയും പ്രശാന്ത സുന്ദരമായ മുഖഭാവവും ഈ നക്ഷത്ര ജാതകരുടെ പ്രത്യേകതയാണ്. ഈ നക്ഷത്ര ജാതകർ വളരെ ഊർജ്ജസ്വലരും ഉത്സാഹശീലരും വളരെ ആലോചിച്ചു മാത്രം തീരുമാനമെടുക്കുന്നവരുമായിരിക്കും. ഇക്കൂട്ടർ യാതൊരു ആലോചനയും കൂടാതെ എടുത്തുചാടി ഒരു കാര്യത്തിലും ഇടപെടുകയില്ല. അശ്വതി നക്ഷത്ര ജാതകർ ഏതെങ്കിലും ഒരു തീരുമാനമെടുത്താൽ അത് എത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും അത് സാധിച്ചേ അടങ്ങുകയുള്ളൂ. ഈ 2026 വിഷുക്കാലവും അങ്ങനെ തന്നെയായിരിക്കും. ഇവർ മനസ്സുകൊണ്ട് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ 2026 വിഷു ഒരു സാധ്യമാകും. ഇവരുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ വിഷു ഇവരെ കൊണ്ടെത്തിക്കും. പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങളാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് ഈ 2026 വിഷു സമ്മാനിക്കുക. അതെന്തൊക്കെയാണ് എന്ന് വ്യക്തമായി നമുക്കിന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണിത്. കഴിവതും വാക്കുകൾ പാലിക്കുക. നിങ്ങളെ സംബന്ധിച്ച് വിദേശത്ത് പോകാനും അവിടെ നല്ല നിലയിൽ എത്തിച്ചേരുവാനുമുള്ള ഒരു യോഗം കാണുന്നുണ്ട്. വിദ്യയ്ക്കായി പോയാലും ജോലിക്കായി പോയാലും അശ്വതി നക്ഷത്ര ജാതകർക്ക് വിദേശത്ത് നല്ല നിലയിൽ എത്തിച്ചേരാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയം തന്നെയാണ്. പെട്ടെന്നുള്ള തീരുമാനങ്ങൾ അബദ്ധമാകാതെ സൂക്ഷിക്കുകയും ചെയ്യുക. അതായത് എടുത്തു ചാടി ഒരു തീരുമാനവും അശ്വതി നക്ഷത്ര ജാതകർ ഈ ഒരു സമയത്ത് എടുക്കരുത് എന്ന് സാരം.
നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയം തന്നെയാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും, എല്ലാ പ്രശ്നങ്ങളും മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ്. നിങ്ങളുടെ കഷ്ടപ്പാടുകളൊക്കെ മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയുന്ന സമയമാണ്. രക്ഷപ്പെട്ടിരിക്കും, അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കാതിരിക്കുക. പെട്ടെന്നുള്ള തീരുമാനങ്ങൾ അബദ്ധമാകാതെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ വീട്ടിലെ ക്ലേശങ്ങളൊക്കെ മാറാൻ പോവുകയാണ്. വീട്ടിൽ എത്ര വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി അശ്വതിക്ക് രക്ഷപ്പെടാൻ സാധിക്കും. പല അവസരങ്ങളും നഷ്ടപ്പെടുന്നതായി നിങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള പല അവസരങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ ഇനി നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കുമാണ് നിങ്ങളെത്തുന്നത്. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. അശ്വതി നക്ഷത്ര ജാതകർക്ക് വരുമാനമൊക്കെ കൂടുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറി, എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി അശ്വതി രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അശ്വതി നക്ഷത്ര ജാതകർക്ക് ഒരു സ്വഭാവ സവിശേഷതയുണ്ട്. സൈനികരെ പോലെ വളരെ ചിട്ടയും സ്വന്തം കഴിവിലും ശക്തിയിലും ഗർവുള്ളവരും ആ കഴിവ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ മടിയില്ലാത്തവരുമാണ് അശ്വതി നക്ഷത്ര ജാതകർ. ദൈവിക ചിന്ത വളരെ ദൃഢമായി ഇവരിൽ കാണുന്നു. ദൈവികമായോ മതപരമായോ ഉള്ള അന്ധവിശ്വാസം ഇവരെ ബാധിക്കാറില്ല. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ തനിക്ക് ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ അതിനെ അങ്ങേയറ്റം എതിർക്കുന്ന സ്വഭാവം ഇവരുടെ പ്രത്യേകതയാണ്. അവനവൻ്റെ ജീവൻ കളഞ്ഞും സ്വന്തം കുടുംബം സംരക്ഷിക്കുന്നതിൽ അതീവ തൽപരരായിരിക്കും അശ്വതി നക്ഷത്ര ജാതകർ. ശരിയാണോ അല്ലയോ? ശരിയാണ് എങ്കിൽ ശരി എന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കണേ. അനുസരണാശീലവും വൃത്തിയായും അടുക്കും ചിട്ടയോടുകൂടിയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നത് അശ്വതി നക്ഷത്ര ജാതകരുടെ എടുത്തു പറയേണ്ട പ്രത്യേകതയാണ്. ഇവരെ സംബന്ധിച്ച് ഈ വിഷു ഏറ്റവും അധികം ഗുണവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ കൊണ്ടുതരും. അതുപോലെ തന്നെ വളരെ ശാന്തശീലന്മാരാണ് അശ്വതി നക്ഷത്ര ജാതകരെങ്കിലും ഇവരുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അവയെല്ലാം തട്ടിമാറ്റി മുന്നേറാനുള്ള കഴിവ് എടുത്തു പറയേണ്ടതാണ്. ഇവർ അധികവും എടുത്തുചാട്ടക്കാരാണ്. വികാരങ്ങൾ കൊണ്ടോ ബലപ്രയോഗത്തിലൂടെയോ ഇവരുടെ മനസ്സ് മാറ്റാൻ വളരെ പ്രയാസമാണ്. ആരെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങുന്ന സ്വഭാവം അശ്വതി നക്ഷത്ര ജാതകർക്കില്ല. നിശ്ചയദാർഢ്യത്തോടു കൂടിയ മനസ്സ് അശ്വതി നക്ഷത്ര ജാതകരുടെ പ്രത്യേകതയാണ്. ഇവർ അധികവും പ്രസരിപ്പും ചുറുചുറുക്കോടു കൂടിയവരും വിവിധ വിഷയങ്ങളിൽ ജ്ഞാനമുള്ളവരായും കാണുന്നു. അമിതമായ ആത്മവിശ്വാസം ഇവരെ അഹങ്കാരികളായി ചിത്രീകരിക്കാനും ഇടയുണ്ട്. തങ്ങളെ ആശ്രയിക്കുന്നവരെ വഴിവിട്ടുപോലും സഹായിക്കാൻ ഇവർ മുന്നിട്ടിറങ്ങുന്നു. ഏത് പ്രശ്നത്തെയും വളരെ യുക്തിയോടെ സമീപിക്കാനും അതിന് സമാധാനപരമായ പരിഹാരം കാണുന്നതിനും ഇവർക്കുള്ള മിടുക്ക് വളരെ പ്രശംസനീയമാണ്. എന്നാൽ ഇവർക്ക് ഏതെങ്കിലും സമാധാന കേടുണ്ടായാൽ ഇവരെ ആശ്വസിപ്പിക്കാൻ വളരെ പ്രയാസമാണ്. അശ്വതി നാളുകാരുടെ വൈവാഹിക ജീവിതം ഐശ്വര്യപൂർണമാണെങ്കിലും അതുപോലെ അസംതൃപ്തി നിറഞ്ഞതുമായിരിക്കും. എന്നാൽ ഈ വിഷുക്കാലം ഇവരെ സംബന്ധിച്ച് ഭാഗ്യത്തിനുമേൽ ഭാഗ്യമാണ് നൽകുക. ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി അശ്വതിക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു. ഞാനീ പറയുന്നത് അശ്വതി നക്ഷത്ര ജാതകരുടെ പൊതുവായ ഫലം മാത്രമാണ്. അശ്വതി നക്ഷത്ര ജാതകരുടെ പൂർണ്ണമായ ഫലം അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്കും ബന്ധപ്പെടാവുന്നതാണ്. തീർച്ചയായും മറുപടി തരും. 2026 വിഷു അശ്വതി നക്ഷത്ര ജാതകരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. രോഗദുരിതങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ ഇവർക്ക് വന്നു ചേരും. അതുപോലെ തന്നെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിർത്താൻ കഴിയും. ദൈവാനുഗ്രഹം ഉള്ളതിനാൽ
പ്രതിസന്ധിയിലൊന്നും പെടുകയില്ല അശ്വതി നക്ഷത്ര ജാതകർ. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിർത്താൻ കഴിയും. രോഗങ്ങളിൽ നിന്നുമൊക്കെ മുക്തി നേടാൻ ഇവർക്ക് കഴിയും. ജോലിക്ക് വേണ്ടി ശ്രമം ആരംഭിക്കുന്നവർക്ക് നല്ല ജോലി ലഭ്യമാകുന്ന സമയമാണ്. വിവാഹം മുടങ്ങിക്കിടക്കുന്നവർക്ക് വിവാഹം നടക്കാനും നല്ല നിലയിലുള്ള കുടുംബജീവിതത്തിനും സാധ്യതയുണ്ട്. പൊതുവെ അനുകൂല ഫലങ്ങൾ തന്നെയാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് ഈ വർഷം ഉണ്ടാകുക. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി അശ്വതിക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം. ഈ വിഷുക്കാലം അശ്വതി നക്ഷത്ര ജാതകർ എവിടെയാണെങ്കിലും ഏത് ലോകത്താണെങ്കിലും രക്ഷപ്പെട്ടിരിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. വിദേശത്ത് പോകും. വിദേശത്ത് നല്ല ജോലി ലഭിക്കും. ഭൂമി വാങ്ങാനുള്ള യോഗം വന്നു ചേരുന്നു. മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം, ജോലി ഒക്കെയും സാധ്യത തെളിയുന്നു. ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള സമയം. ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി അശ്വതിക്ക് രക്ഷപ്പെടാൻ കഴിയുന്നു. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഏറ്റവും അധികം ഭാഗ്യവും നേട്ടവും അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇനി വന്നു ചേരും. അത്രയധികം ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. അങ്ങനെ വലിയ ഉയർച്ചയിൽ വലിയ ഭാഗ്യത്തിൽ എത്താൻ അശ്വതി നക്ഷത്ര ജാതകർക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വ്യക്തിഗത ജ്യോതിഷ ഉപദേശം ലഭിക്കാൻ വാട്സാപ്പ് വഴി ബന്ധപ്പെടാവുന്നതാണ്. തീർച്ചയായും മറുപടി തരും. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.